നമുക്ക് ഒത്തിരി പ്രതിസന്ധികളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്. കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. ഉറപ്പാണ്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാകും. എന്നിട്ട് ഈശോ പറഞ്ഞെന്താണെന്നറിയാമോ? എങ്കിലും ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈശോ പറഞ്ഞു, ഞാൻ ഞെരുക്കത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞോ? ഇല്ല, ശ്രദ്ധിക്കൂ. അതായത് ഈശോ പറഞ്ഞ വചനമാണ്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, പക്ഷേ ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈശോ പറഞ്ഞു, ഞാൻ ഞെരുക്കത്തെ ജയിച്ചിരിക്കുന്നു എന്ന്. ഇല്ല, ഈശോയ്ക്ക് ഞെരുക്കം ഉണ്ടായി. ഈശോയ്ക്ക് ഞെരുക്കം ഉണ്ടായെങ്കിൽ നമുക്ക് ഞെരുക്കം ഉണ്ടാവും. അപ്പം ഈ ഞെരുക്കവും ഞരക്കവും ഒന്നും അല്ല വിഷയം, അതൊക്കെ നമ്മുടെ കൂടപ്പിറപ്പാണ്. അത് നമുക്ക് ജീവിതത്തിലുണ്ട്. ഈ ലോകമാണോ? ദിസ് വേൾഡ് ഈസ് ആൻ ഇംപെർഫെക്റ്റ് വേൾഡ്. ഈ ലോകത്ത് നമുക്ക് വീഴ്ചയുണ്ടാകും, അടിയുണ്ടാകും, കലഹമുണ്ടാകും, കൈയൊടിയും കാലൊടിയും, പിള്ളേർക്ക് രോഗം വരും, നമ്മുടെ ദാരിദ്ര്യം കഷ്ടപ്പാട് കൂടും, നമുക്ക് മഴക്കാലം ഉണ്ടാവും, ചൂടുകാലം ഉണ്ടാവും, നമുക്ക് പ്രതിസന്ധികളുണ്ടാവും. ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. എന്നാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഈ ഞെരുക്കത്തെയൊക്കെ ജയിക്കുക എന്നതിലപ്പുറം ഇതിൻ്റെ പിന്നിലുള്ള ലോകത്തെ ജയിക്കുക, ഈ ലോകത്തെ ഞെരുക്കമുണ്ടാക്കുന്ന ലോകത്തെ ജയിക്കാനുള്ള ഒരു വഴിയാണ് എന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. ഹല്ലേലൂയ.